ഇന്ത്യൻ വംശജരിൽ വലിയൊരു വിഭാഗവും അവിടെ നിന്നും പടിയിറങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് പഠന റിപ്പോർട്ടുകൾ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഒരു കാലത്ത് അമേരിക്കയിലേക്ക് കുടിയേറാൻ ഏറെ സ്വപ്നം കണ്ടിരുന്നവരായിരുന്നു ഇന്ത്യക്കാർ. എന്നാൽ ഇന്ന് അമേരിക്കൻ ഐക്യനാടുകൾ പലർക്കും ആശങ്കയുടെ കേന്ദ്രമായി മാറുകയാണെന്ന് പുതിയ പഠനം സൂചിപ്പിക്കുന്നു. അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജരിൽ വലിയൊരു വിഭാഗവും അവിടെ തുടരുന്നതിനെ കുറിച്ച് പുനർവിചിന്തനം നടത്തുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കാർനെഗി എൻഡോമെന്റ് ഫോർ ഇന്റർനാഷണൽ പീസും യൂഗോവും ചേർന്ന് നടത്തിയ സർവേ പ്രകാരം ഏകദേശം 40% ഇന്ത്യൻ വംശജർ അമേരിക്ക വിടാനുള്ള സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അവരിൽ 14% പേർ സ്ഥിരമായി US വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നവരാണ്. 26% പേരിൽ ഇടയ്ക്കിടെ അങ്ങനെയൊരു ചിന്ത വരുന്നുണ്ടെന്നും സർവേ വ്യക്തമാക്കുന്നു. സർവേയിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും രേഖപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയിലെ രാഷ്ട്രീയ സാഹചര്യമാണ് തങ്ങളിൽ ജനിച്ചിരിക്കുന്ന ആശങ്കയ്ക്ക് പ്രധാന കാരണമെന്നാണ്. ഏകദേശം 58% പേർ നിലവിലെ രാഷ്ട്രീയ അവസ്ഥയോട് അസന്തോഷമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഭരണ നയങ്ങൾ നിരവധി ഇന്ത്യൻ വംശജർക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിട്ടുണ്ട്. രാജ്യം സ്വദേശികൾക്കായി എന്ന തരത്തിൽ അമേരിക്ക ഫസ്റ്റ് എന്ന പേരിൽ ട്രംപ് നടത്തുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങൾ കുടിയേറ്റ സമൂഹങ്ങളിൽ തങ്ങൾ അകറ്റപ്പെടുന്നുവെന്ന തോന്നൽ വർദ്ധിപ്പിക്കുന്നുവെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെ ഏറെക്കാലമായി അമേരിക്കയിൽ സ്ഥിരതാമസം പുലർത്തുന്നവർക്ക് പോലും അവിടെ തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ആത്മവിശ്വാസം കുറയുന്ന സാഹചര്യമാണെന്നും വിലയിരുത്തപ്പെടുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഭരണത്തോടുള്ള വ്യാപകമായ അതൃപ്തി അമേരിക്കക്കാർക്കിടയിൽ എന്ന പോലെ തന്നെ കുടിയേറ്റക്കാരായ ഇന്ത്യൻ വംശജർക്കിടയിലുമുണ്ട്. സാമ്പത്തികം, കുടിയേറ്റം, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ ട്രംപ് എടുക്കുന്ന നിലപാടുകളിൽ തൃപ്തിയില്ല എന്നാണ് സർവേയിൽ പങ്കെടുത്ത 71% ഇന്ത്യക്കാരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങൾക്കൊപ്പം തന്നെ യുഎസിലെ സാമ്പത്തിക ഘടകങ്ങളും ഇത്തരമൊരു മാറ്റത്തിന് പ്രധാന കാരണങ്ങളിലൊന്നാണ്. 54% പേർ ഉയർന്ന ജീവിത ചെലവിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചപ്പോൾ 41% പേർ വ്യക്തിഗത സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാൻ ഫ്രാൻസിസ്കോ, സിയാറ്റിൽ, ന്യൂയോർക്ക് പോലുള്ള നഗരങ്ങളിൽ വാടക നിരക്കുകളിൽ വൻതോതിൽ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ചെറിയ വീടിന് പോലും പ്രതിമാസം വലിയ തുക ചെലവാക്കേണ്ട സാഹചര്യം ഇടത്തരം കുടുംബങ്ങളെ ഏറെ ബാധിക്കുന്നുണ്ട്. അതുപോലെ കുട്ടികളെ വളർത്താനുള്ള ചെലവ് കുത്തനെ ഉയർന്നിരിക്കുകയാണ്. അമേരിക്കയിൽ അക്രമ സംഭവങ്ങളിൽ വലിയ വർധനയില്ലെങ്കിലും ദൈനംദിന ജീവിതത്തിലെ സൂക്ഷ്മമായ വിവേചനങ്ങൾ പലരിലും അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ട്. ജോലിസ്ഥലങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും സ്വയം നിയന്ത്രണം പാലിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുവെന്നാണ് പലരും സാക്ഷ്യപ്പെടുത്തുന്നത്. പൊതുസ്ഥലങ്ങളിൽ സുരക്ഷിതത്വം കുറഞ്ഞുവെന്ന തോന്നലും കുടിയേറ്റക്കാർക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് വിസയും സ്ഥിരതാമസവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വവും. വർഷങ്ങളോളം, ചിലപ്പോൾ ദശാബ്ദങ്ങളോളം ആ രാജ്യത്ത് ജോലി ചെയ്തിട്ടും സ്ഥിരതാമസ അനുമതി ലഭിക്കാതെ കാത്തിരിക്കേണ്ട അവസ്ഥ വരുന്നത് പലരിലും നിരാശ സൃഷ്ടിക്കുന്നുണ്ട്. ഈ അനിശ്ചിതത്വം പലർക്കും ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ രാഷ്ട്രീയ സമീപനത്തിലും പ്രകടമായ മാറ്റം കാണാനാകും. മുൻകാലത്തെ പോലെ ഒരു പാർട്ടിയോട് ശക്തമായ ബന്ധം പുലർത്തുന്നതിനു പകരം കൂടുതൽ പേർ സ്വതന്ത്ര നിലപാടുകളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഏകദേശം 30% പേർ ഇപ്പോൾ ഏതെങ്കിലും പാർട്ടിയുമായി ബന്ധമില്ലാതെ സ്വതന്ത്രരായി തുടരുന്നുവെന്നാണ് കണ്ടെത്തൽ. ഇങ്ങനെ സാമ്പത്തിക സമ്മർദ്ദങ്ങളും രാഷ്ട്രീയ അസ്വസ്ഥതയും സാമൂഹിക ആശങ്കകളും കുടിയേറ്റ നയങ്ങളിലെ അനിശ്ചിതത്വവുമെല്ലാം ചേർന്ന് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ മനോഭാവത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു കാലത്ത് ഏവരുടെയും സ്വപ്നഭൂമിയായിരുന്ന അമേരിക്ക ഇന്ന് പലർക്കും അത്ര ഇഷ്ടയിടമല്ലാതായി മാറുന്നുവെന്നാണ് പുതിയ സർവേകൾ നൽകുന്ന സൂചന. വാർത്തയുടെ നിറം തേടി തനിനിറം.